ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. നമുക്കത് ഈ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മസാല, കുറച്ച് മസാല ഇടാം. പിന്നെ ശകലം കുരുമുളക്, ശകലം മാത്രമേ കുരുമുളക്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. കുറച്ച് ഉപ്പേ നമ്മൾ കഴുകി ചേർത്തത്. ഞങ്ങൾ വയറ്റുമ്പോൾ പിന്നെ ഉപ്പിടണം, അതുകൊണ്ട് കുറച്ചുപ്പ് മാത്രമേ ഇപ്പം ചേർത്തിട്ടുള്ളൂ. 2 സ്പൂൺ തൈര്, ഇതാണ് നമ്മൾക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 2 സ്പൂൺ തൈര്. ഞാനാണെങ്കിൽ ഒരു സ്പെഷ്യലായിട്ട് 2 സ്പൂൺ ഓറഞ്ച് നീര് ഉപയോഗിക്കും. ചിക്കനകത്ത് ശകലം ഓറഞ്ച് നീര് ഒഴിച്ചാൽ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്കിഷ്ടമാകുന്നു. ഞാനത് ഇങ്ങനെ ചെയ്യും. പിന്നെ ജീരകം, പെരുംജീരകം, ശകലം പെരുംജീരകമുണ്ട്. ഓറഞ്ച് നീരാണ്, അതുകൂടെ നമ്മൾ ഒഴിച്ച് ചേർത്ത് മാരിനേറ്റ് ചെയ്യും. വെച്ചിരിക്കും. ഇനി മാരിനേറ്റ് ചെയ്ത് നമ്മളൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചിരിക്കും. ആദ്യം നമുക്കിതിനകത്തൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ, 3 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ നെയ്യ്. എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റണം. ഉപ്പ്, ഒരു ശകലം ഉപ്പ് നമ്മളിട്ട്, നമ്മൾ നേരത്തെ ഉപ്പിട്ടതായിരുന്നു, അതുകൊണ്ട് ശകലം ഉപ്പ് ഇട്ട് വഴറ്റി വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് നമ്മളതിലോട്ടിട്ട് 2 തണ്ട് കരിവേപ്പിലയും കൂടെ അതിലിട്ട് നല്ലൊരു ഗുണം വഴറ്റണം. സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും അത് ഇത്രയും നല്ലത് പോകണം. അത് വൈകിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ശകലം. ഇനി നമ്മൾ തക്കാളിക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിടാം, ഇനി തക്കാളിക്കാണെങ്കിൽ തക്കാളിക്ക്, ടൊമാറ്റോ ആണെങ്കിൽ അതിടാം. ഇനി അതൊന്ന് വഴണ്ട് വരുമ്പം നമുക്ക് ചിക്കൻ ആവശ്യമായ മസാലകൾ ചേർക്കാം. ഇതൊന്ന് വഴലട്ടെ.
ഇനി നമുക്കിതിനകത്ത് വേണ്ടുന്ന മസാല, ഇതിപ്പോൾ ഒരു 1.5 കിലോ ചിക്കനുണ്ട്. അതിന് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചിക്കൻ മസാല 2 സ്പൂണ്, 1 സ്പൂൺ മുളക് പൊടി, ഇത് എരി വേണ്ട, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി വേണം കൂടെ, 2 സ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെ എല്ലാം പച്ച മണം മാറുന്നിടം വരെ നമ്മൾ നല്ലതുപോലെ വഴറ്റണം. പച്ചമണമെല്ലാം ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയിട്ട് പച്ചമണമെല്ലാം ഇപ്പം മാറി വഴറ്റിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിനി അത് ഇതിലോട്ടിട്ട് കൊടുക്കാൻ പോകാം. ഇപ്പം നമ്മളത് ഇട്ട് കൊടുത്ത് ഇനി ഇതിലൊരു 5 മിനിറ്റ് മാരിനേറ്റ് ചെയ്തത് ചിക്കൻ ഇതിനകത്തൊന്ന് വേവണം. ഇതിൽ തന്നെ റൈസ് ഇട്ട് കൊടുക്കും. ഇതിൽ തന്നെ റൈസ് ഇടുന്നു. നമ്മളിതിനകത്ത് ഇതെല്ലാം ഒന്ന് പിടിച്ച് ചെറുതായിട്ടൊന്ന് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് അരി വേകാനുള്ള വെള്ളം ഒഴിച്ച് ഇത് വേവിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. മസാല കൂട്ടെല്ലാം ഇട്ട് ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുക. A few moments later. നല്ലതുപോലെ തിളച്ച് കണ്ടോ. തിളച്ചതിനകത്ത് നമ്മൾ കഴുകി വെള്ളം വാരാൻ വെച്ചിരുന്ന അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം മൊത്തം വാങ്ങ അരി അതങ്ങോട്ട് ഇട്ടിട്ട് അരി മൊത്തം നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇത് വേവാനായിട്ട് നമ്മൾ ഒരു 2 തണ്ട് കരിയാപ്പല, മല്ലിയിലയും പുതിനയിലയും, മല്ലിയിലയും പുതിനയിലയും ഇട്ട് ഒരു 2 തണ്ട് കരിയാപ്പില ഞാൻ ഇത് ഇട്ട്, ചിക്കൻ ഇതിനകത്ത് ഇട്ടേക്കുന്നതുകൊണ്ടാണ് കരിയാപ്പില ഇങ്ങനെ ഇടുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ ഇത് വേവണം. ഈ വെള്ളം പറ്റണം. നീരൂടെ ഞാൻ ഇത് ഒഴിക്കും. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ടത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. സൂപ്പർ മണം. ഇപ്പം തന്നെ ഇത് കഴിക്കാൻ തോന്നും നമുക്ക്. അടിപൊളി ടേസ്റ്റ്. ഇത്രയാണ് അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി. അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി. നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻ്റായിട്ട് അറിയിക്കണം. ഓക്കെ നമ്മളുണ്ടാക്കിയ ബിരിയാണിയാണ്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഫഹദിനെടുക്കുക.
സാലഡ് ഇതിനകത്ത് ഇച്ചിരി സാലഡും 2 പപ്പടവും പിന്നെ ഇച്ചിരി അച്ചാർ, ചുമ്മാ കാണാം. ഇച്ചിരി അച്ചാർ